أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولولا كلمة سبقت من ربك لكان لزاما وأجل مسمى فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل غروبها ومن آناء الليل فسبح وأطراف النهار لعلك ترضى ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. സദഖല്ലാഹു അൽ-അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ത്വാഹയുടെ 129, 130, 131, 132 ഇങ്ങനെ 4 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക ലകാന ലിസാമൻ വഅജലുൻ മുസമ്മാ. വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിൽ നിന്നുള്ളൊരു വാക്ക് വന്നില്ലായിരുന്നു എങ്കിൽ ലക്കാന ലിസാമൻ, അത് അനിവാര്യമാകുമായിരുന്നു. വാജലും മുസമ്മൻ, ഒരു നിശ്ചിതമായ ഒരവധിയും. വസ്ബിർ അലാമ യഖൂലൂന, അവർ പറയുന്ന കാര്യത്തിൽ നിന്നും നീ ക്ഷമ അവലംബിക്കുക. അവർ പറയുന്ന കാര്യത്തിൽ നീ ക്ഷമിക്കുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ രക്ഷിതാവിനെ നീ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ അവനെ പ്രകീർത്തനം ചെയ്യുകയും ചെയ്യുക. നിന്റെ രക്ഷിതാവിനെ നീ സ്തുതിക്കുകയും അതോടൊപ്പം തന്നെ നീ പ്രകീർത്തനം ചെയ്യുക. ഖബല തുലൂഇ ശംസി, സൂര്യോദയത്തിന് മുമ്പ്, ഖബല ഖുറൂബിഹ, സൂര്യാസ്തമയത്തിന് മുമ്പിലും, സൂര്യൻ്റെ ഉദയത്തിന് മുമ്പും സൂര്യൻ്റെ അസ്തമനത്തിന് മുമ്പും. വമിൻ ആനാഇൽ ലൈലി, രാത്രിയുടെ ചില ഭാഗങ്ങളിലും. ഫസബ്ബിഹ്, നീ അവനെ പ്രകീർത്തനം ചെയ്യുക. വഅത്റാഫൻ നഹാരി, പകലിൻ്റെ അറ്റങ്ങളിലും. ലഅലക തർള, നീ തൃപ്തിപ്പെട്ടേക്കാം. ലഅലക തർള, നീ തൃപ്തിപ്പെട്ടേക്കാം. വലാ തമുദ്ദന്ന ഐനൈക, നീ നിന്റെ ദൃഷ്ടികൾ നീ പായിക്കരുത്, ദൃഷ്ടികൾ നീട്ടരുത്. ഇലാമാ മത്തായനാ ബിഹി, നാം ആസ്വദിപ്പിച്ചവരിലേക്ക് നീ നിന്റെ ദൃഷ്ടി പായിക്കരുത്. ഇലാമാ മത്തായനാ ബിഹി അസ്വാജം മിൻഹും, അവരിൽ ചില വിഭാഗത്തിന്. സഹറത്തൽ ഹയാത്തി ദുനിയ, ഐഹികമായ ജീവിതത്തിലെ അലങ്കാരങ്ങൾ നാം ചിലരെ ആസ്വദിപ്പിച്ചിട്ടുണ്ട്. അവരിലേക്ക് നിന്റെ ദൃഷ്ടി പായിക്കരുത്. അങ്ങനെ നാം അവർക്ക് നൽകിയത് ലിനഫ്തിനഹും ഫീഹി, അവരെ ആ കാര്യത്തിൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് പരീക്ഷണം എന്നോണമാണ്. വരിസുഖ് റബ്ബിക ഖൈറുൻ, നിന്റെ റബ്ബിൻ്റെ റിസുഖാണ്, നിന്റെ റബ്ബിൻ്റെ ഉപജീവനമാണ്. ഖൈറ്, ഏറ്റവും ഉത്തമം. വാബക്ക, എന്നെന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഉത്തമവും അള്ളാഹുവിൻ്റെ, നിന്റെ രക്ഷിതാവിൻ്റെ ഉപജീവനം ആണ്. വഅ്മുർ അഹ്ലക, നീ നിന്റെ കുടുംബത്തോട് ഉപദേശിക്കുക. ബിസ്വലാത്തി, നമസ്കാരത്തെ.
നമസ്കരിക്കാൻ വേണ്ടി നീ നിൻ്റെ കുടുംബത്തോട് കൽപ്പിക്കുക. വസ്തബിർ അലൈഹ, നീ അതിന്മേൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ക്ഷമയോടുകൂടി, നീ ക്ഷമയോടുകൂടി അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ലാനസ് അലുക റിസ്ഖൻ, നാം നിന്നോട് ഉപജീവനം ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നാമാണ് നിനക്ക് ആഹാരം നൽകുന്നത്. നാം നിന്നോട് ഉപജീവനം ചോദിക്കുന്നില്ല, റിസ്ഖ് ചോദിക്കുന്നില്ല, നാമാണ് നിനക്ക് അന്നം നൽകുന്നത്. വൽ ആഖിബതു ലിത്തഖ്വ, തീർച്ചയായും തഖ്വയാണ് അഥവാ സൂക്ഷ്മതയാണ് ഏറ്റവും അവസാനമായി നിലനിൽക്കുന്നത്. ആഖിബത്ത്, അവസാനമായി, ഏറ്റവും അവസാനമായി നിലനിൽക്കുന്നത് തഖ്വ എന്ന് പറയുന്നതാണ്. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നടക്കുന്ന പ്രദേശങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് സമൂഹങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. അതവർക്ക് പാഠമാവേണ്ടതായിരുന്നു. അവരെ ബുദ്ധി അവർ ഉപയോഗിച്ചില്ല എന്നാണ് അള്ളാഹു സൂചിപ്പിച്ചത്. ഇവിടെ വലൗല കലിമത്തുൻ സബഖത്ത് മിർ റബ്ബിക, നിൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള വാക്ക് അത് മുൻകടന്നില്ല എങ്കിൽ, അതിനോട് തൊട്ട് അർത്ഥം പറയേണ്ടത് അജലും മുസമ്മൻ, നിശ്ചിതമായ ഒരു അവധി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലഖാന ലിസാമൻ, അത് തീർച്ചയാകുമായിരുന്നു, അത് അനിവാര്യമാകുമായിരുന്നു എന്നാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ ഒരവധി വെച്ചിട്ടുണ്ട് എല്ലാറ്റിനും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു കലിമത്ത് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ആർക്കും കഴിയില്ല. പടച്ച തമ്പുരാൻ എല്ലാത്തിനെ സംബന്ധിച്ചിട്ടും ഒരു വിധി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോരുത്തർക്കും അവരവൻ്റെ അവസാനം എപ്പോഴാണ് എന്നതിനെ സംബന്ധിച്ചുള്ളതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ, ആ ഒരു സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ ലക്കാന ലിസാമൻ, അത് അനിവാര്യമാകുമായിരുന്നു, അഥവാ അത് അനുസരിച്ച് തന്നെ പോകേണ്ടത് നിർബന്ധമാകുമായിരുന്നു. അത് അള്ളാഹു നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നർത്ഥം. എല്ലാവരും കാലാവധി പൂർത്തിയാക്കിയാൽ മാത്രമേ മരണം അനുഭവിക്കുകയുള്ളൂ എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നബിയോട് അവരുടെ സംസാരങ്ങളോട് ആ സംസാരത്തിലേക്ക് എത്തണ്ട എന്ന് അല്ലാഹു തീർത്ത് പറയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്ത ആയത്ത് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി മനസ്സിലാവും. വസ്ബിർ അലാമ യഖൂലൂൻ, അവർ പറയുന്നതിനെ സംബന്ധിച്ച് നീ ക്ഷമ കൈക്കൊള്ളുക. എന്തൊക്കെ അവർ പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ജ്യോത്സ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടുന്ന ആൾക്കാർ അത് ഒട്ടും വെളിവില്ലാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകുന്നതിന് മുമ്പ് വരെ അൽ അമീൻ എന്നായിരുന്നു അവർ വിളിച്ചത്, വിശ്വസ്തൻ എന്നായിരുന്നു. പക്ഷെ അത് മാറ്റി വിളിക്കാനുള്ള സാഹചര്യം അള്ളാഹുവിൻ്റെ പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ക്ഷമാപൂർവ്വം അവർ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേട്ടോ, അതവർ സംസാരിച്ചോട്ടെ. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഖുറൂബിഹ വമിൻ ആലാഇൽ ലൈലി, നീ അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യുക, അള്ളാഹിനെ സ്തുതിക്കുന്നതോടൊപ്പം സൂര്യോദയത്തിന് മുമ്പ്, സൂര്യാസ്തമയത്തിന് മുമ്പ്, അതുപോലെ തന്നെ രാത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ, അതേപോലെ വസബ്യഹ് വാത്രാഫ് നഹാർ, പകലിൻ്റെ അറ്റങ്ങളിൽ നീ അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യുക. ലഅല്ലക തർള, നീ തൃപ്തിപ്പെട്ടേക്കാം. ഇതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് 5 നമസ്കാരങ്ങളുടെയും സമയം ഇതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ്. പകലിൻ്റെ 2 അറ്റങ്ങൾ എന്ന് പറയുമ്പോഴും രാത്രിയുടെ ഭാഗങ്ങൾ എന്ന് പറയുമ്പോഴും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്ന് പറയുന്നതും സൂര്യാസ്തമയത്തിന് മുമ്പ് എന്ന് പറയുമ്പോഴും ഒക്കെ തന്നെ അതിൽ ഓരോ നമസ്കാരത്തിൻ്റെയും പ്രത്യേകം സമയങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ എല്ലാ സമയങ്ങളിലും, കാരണം ഇതോട് കൂടിയിട്ട് മുഴുവനായി പകലിൻ്റെ 2 അറ്റങ്ങൾ എന്ന് പറയുമ്പോഴും
രാത്രിയുടെ ഭാഗങ്ങൾ എന്ന് പറയുമ്പോഴും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാലും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാലും ഒരു ദിവസം ഫുള്ളായി. എല്ലാ സമയങ്ങളും അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യണം, അള്ളാഹുവിൻ്റെ നാമങ്ങൾ വാഴ്ത്തണം. സർവോപരി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. എവിടെയും അള്ളാഹുവിനെ മറന്നു പോകാൻ പാടില്ല എന്ന് തന്നെയാണ്. അപ്പോഴാണ് ലഅല്ലക തർള, നീ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നിനക്ക് തൃപ്തമായ അവസ്ഥയിലേക്ക് പരലോകത്ത് വിജയം ഉണ്ടാവുക. ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് എന്നർത്ഥം. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും. അവരെ പറ്റിയ ചില ആളുകളെ അവർക്ക് നാം ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഐഹിക ജീവിതത്തിലെ ചില കാര്യങ്ങൾ നാം ചില വിഭാഗങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിൻ്റെ ദൃഷ്ടി പായരുത്. സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് പോയിട്ടൊന്നുമല്ല. പക്ഷെ അതേസമയം ഐഹികമായ വിഭവങ്ങൾ ഒരുപാട് നേടിയിട്ടുള്ള ആളുകളെ നമുക്ക് നിരന്തരം കാണാൻ പറ്റും. അവരിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഇത് വിശ്വാസികൾക്കും പാടാണ്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. ഈ ലോക വിഭവങ്ങൾ, സഹറത്തുൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിലെ വിഭവങ്ങൾ, അത് പലർക്കും അധികമായി നൽകിയിട്ടുണ്ടാവും. എന്തിനാണ് കൊടുത്തത്? ലിനഫ്തിനഹും ഫീഹി, അവരെ നാം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഒരുപാട് ഒരാൾക്ക് ധനം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെ സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് വിലപിക്കുന്നതിന് പകരമായി അതും കൂടി അയാളുടെ പരീക്ഷണ ഹേതുവാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങോട്ടാണ് ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണമായിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറയാൻ കാരണം മറ്റുള്ള പ്രവാചകനും മറ്റുള്ള ആളുകൾക്കും ഒക്കെ തന്നെ ഇതൊരു പാഠമായി മറ്റുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാതെ സ്വന്തത്തിലേക്ക് ഒതുങ്ങാൻ വേണ്ടി നിശ്ചയിക്കണം. വരിസുഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ, അള്ളാഹിൻ്റെ റിസ്ക്, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അന്നം, ഉപജീവന മാർഗം, അത് ഖൈറാണ്. എത്രയാണോ കിട്ടിയത് അത് ഖൈറാണ്. മാത്രമല്ല അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അള്ളാഹു നൽകിയ സംഗതി ഒരിക്കലും നമ്മിൽ നിന്ന് നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുക മാത്രമല്ല അതിന് സൂക്ഷിപ്പ് കൂടി അള്ളാഹു ഏറ്റെടുക്കുന്നു എന്നർത്ഥം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, നിൻ്റെ കുടുംബത്തോട് നീ നമസ്കരിക്കാൻ പ്രേരിപ്പിക്കുക. നമ്മളൊക്കെ തന്നെയും എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളവും പ്രവാചകരോട് പ്രത്യേകമായും പറഞ്ഞിട്ടുള്ളത് സ്വന്തം കുടുംബത്തോട് നമസ്കാരത്തിൻ്റെ കാര്യം പറയുക, നമസ്കാരം നിലനിർത്താൻ വേണ്ടി ആവശ്യപ്പെടുക. അതോടൊപ്പം താങ്കൾ ഈ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക. നൈരന്തര്യം കൃത്യമായിട്ട് എപ്പോഴെങ്കിലും നമസ്കരിച്ചു എന്നുള്ളതല്ല, എപ്പോഴും നമസ്കാരം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക, നിന്നോട് നാം റിസ്ക് ചോദിക്കല്ല, നീ നമ്മോട് റിസ്ക് ചോദിക്കുകയാണ്. അഥവാ നാം ആണ് നിനക്ക് റിസ്ക് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്കൊക്കെ റിസ്ക് നൽകുന്നത്. അള്ളാഹു ഈ തന്നിട്ടുള്ളതിന് പകരമായിട്ട് ഒന്നും നമ്മോട് അങ്ങോട്ട് ചോദിക്കുന്നുമില്ല. ആ നിലക്ക് നമ്മളുടെ പോറ്റി വളർത്തുന്ന അള്ളാഹുവാണ് എന്നുകൂടി അടിവരട്ടോട് സംസാരിക്കുകയാണ്. വൽ ആഖിബത്തു ലിത്തഖ്വ, ആഖിബത്ത് അന്ത്യം അവസാനം വിലയിരുത്തുന്നത് അത് തഖ്വയായിരിക്കും. അള്ളാഹുവെ സംബന്ധിച്ചുള്ള സൂക്ഷ്മത, നാം എന്തുമാത്രം സൂക്ഷ്മത പുലർത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളുടെ ഭാഗധേയം നിർണ്ണയിക്കപ്പെടുന്നത് എന്നർത്ഥം. ആ സൂക്ഷ്മത എവിടെയെങ്കിലും കൈവിട്ടു പോയാൽ അതിനുശേഷമാണ്, അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ അവസാനമെങ്കിൽ തീർച്ചയായും വലിയ നഷ്ടം നമുക്കുണ്ടാകും. സർവശക്തൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.